So guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു മിലിറ്ററി ഫ്ലൈറ്റ് ആയിരിക്കും കാണിക്കുക. അതിൽ പൈലറ്റ് ആണെങ്കിൽ ഉള്ള ഒരാളോട് ഇപ്പോൾ ഇൻഫർമേഷൻ പാസ് ചെയ്യും. നമ്മൾ ഒത്തിരി വേഗത്തിലൊന്നും അവിടേക്ക് എത്തില്ല. നമ്മൾ അവിടെ എത്താൻ 5-10 മിനിറ്റ് തീർച്ചയായിട്ടും എടുക്കും. വേഗം പോവാൻ ഞങ്ങൾ ഓക്സോ മെർക്കോയോ അല്ല. നിങ്ങൾ ഇതുവരെ ഓക്കെ ആയിട്ടില്ല, അല്പം റെസ്റ്റ് എടുക്കാനായിട്ട് പൈലറ്റ് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ജീനിസ്റ്റ് ദേഷ്യപ്പെട്ട് പറയും. അപ്പൊ ജീനിസ്റ്റ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അവിടെ ഒരുപാട് പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എത്രയും വേഗം അവിടേക്ക് പോകണം, മര്യാദയ്ക്ക് ഫ്ലൈറ്റ് വേഗം അവിടേക്ക് കൊണ്ടുപോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ ടോഡ്രോക്കി ആണെങ്കിൽ നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യനെ ക്യാച്ച് ചെയ്ത് സേഫ് ആയിട്ട് താഴെ ഇറക്കും. ഇപ്പൊ 3 പേരാണ് ജീവന് വേണ്ടി പോരാടുന്നത്. ഒന്ന് നമ്മുടെ ഇസുക്ക്, രണ്ടാമത് കച്ചാ പയ്യൻ, മൂന്നാമത് എൻഡവർ. അവരാണെങ്കിൽ എങ്ങനെയൊക്കെയോ ജീവൻ തിരികെ പിടിച്ച് ഇപ്പൊ ബാക്ക് ടു നോർമൽ ആവാനായിട്ട് ശ്രമിക്കും. ഇസുക്ക് പയ്യന്റെ മൂക്കിലൂടെയും വായിലൂടെ ഒക്കെ ബ്ലഡ് വരുന്നുണ്ട്. പക്ഷെ അവൻ ഏകദേശം സ്റ്റേബിൾ ആയിട്ട് വരികയാണ്. അപ്പൊ അവൻ കാണും ഓപ്പോസിറ്റ് ആയിട്ട് ആ ഡാബുറ വില്ലൻ. അവന്റെ ബോഡിയിലുള്ള ആ ഒരു ആൾഫാർവൺ തന്നെ സേഫായി താഴെ ഇറക്കിയിരിക്കുകയാണ്. ആൾഫാർവൺ ആണെങ്കിൽ ഡാബുറയെ ക്വീൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി നീ ഫൈറ്റ് ചെയ്താൽ അത് വലിയ പ്രശ്നമുണ്ടാവും, ഇപ്പൊ നിന്റെ അവസ്ഥ വളരെ മോശമാണ്, ഇവിടുന്ന് പോകണം എന്ന് ആൾഫാർവൺ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഡാബുറയാണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവില്ല. അടുത്ത നിമിഷം ആരോ അവനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അത് മറ്റാരുമല്ല, നെജിറയും ലിഡാ പെണ്ണും അവർ രണ്ടുപേരും അവിടേക്ക് വന്നു കഴിഞ്ഞു. അവരാണെങ്കിൽ വിളിച്ചു പറയും, ഒരു വലിയ ട്രൈബ് മാൻ ഇവിടേക്ക് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അത് ഇതിനോടൊക്കെ ഒരുപാട് പേരെ നശിപ്പിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സിറ്റികൾ തകർത്തു. ഹീറോ ആണെങ്കിൽ ഇപ്പൊ പരുക്കു പറ്റി കിടക്കുന്ന നമ്മുടെ ആൾക്കാരെ അവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ലിഡയോട് പറയും. ഹീറോയ്ക്ക് എങ്ങനെയെങ്കിലും ആ ഒരു വില്ലനെ അവനെ പിടിച്ചു കെട്ടണം. വില്ലനാണെങ്കിൽ അത് കേട്ട് ടെററായി ഇസുക്ക് പയ്യനെ തന്നെ നോക്കും. മറ്റൊരു ഭാഗത്ത് ആ ലൂസ് പെണ്ണും ഉറാറക്കയും അവരാണെങ്കിൽ ഇപ്പോഴും പരസ്പരം വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ലൂസ് പെണ്ണാണെങ്കിൽ ഉറാറക്കയോട് പറയും, എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഞാൻ അതിന് കാരണക്കാരായ ആരെയും വെറുതെ വിടില്ല. ഉറക്കെയാണെങ്കിൽ വളരെയധികം കെയർഫുൾ ആയിട്ട് നിൽക്കും. കാരണം അവളുടെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അവളും ഒരു സൂപ്പർ ഹീറോ വേഷത്തില് നമ്മുടെ ആൾക്കാരെ പറ്റിച്ച് അവരോരോരുത്തരായിട്ട് ഇല്ലാതാക്കും. ഒരു കാരണവശാലും ഞാൻ കാരണം അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അവളാണെങ്കിൽ എങ്ങനെയൊക്കെയോ അവളെ തടയാനായിട്ട് ശ്രമിക്കും. ആ ലൂസ് പെണ്ണാണെങ്കിൽ ഇപ്പോൾ ഒറാറക്കയോട് പറയും, ഇതിനു മുൻപും ഞാൻ നിന്റെ ബ്ലഡ് നീ പോലും അറിയാതെ എടുത്തിട്ടുണ്ട്. നിന്റെ പവറും രൂപവും ഉപയോഗിച്ച് ഒരുപാട് പേരെ ഞാൻ കൊന്നു കളഞ്ഞു. അത് കേട്ട് ഉറാറക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നുകയാണ്. ഉറാറക്കയാണെങ്കിൽ അവളെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് ലൂസ് പെണ്ണാണെങ്കിൽ ഉറാറക്കയുടെ പോക്കറ്റിലുണ്ടായിരുന്ന നമ്മുടെ ഇസുക്ക് പയ്യന്റെ ആ ഒരു രൂപം അതങ്ങനെ കയ്യിലെടുക്കുകയാണ്. നിനക്ക് അവന് ഒരുപാട് ഇഷ്ടമാണല്ലേ, എന്റെ ഫ്രണ്ടിനെ ഇതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പറഞ്ഞ് അവളാണെങ്കിൽ ആ ഒരു രൂപം കടിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഉറാറക്കയാണെങ്കിൽ ഷോക്കാവും. ഉറാറക്കയാണെങ്കിൽ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, എങ്ങനെയെങ്കിലും അറഞ്ചം പുറഞ്ചം അവളെ അടിച്ച് താഴെയിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കിട്ടിയ ടേബിളും കസാരയും എല്ലാം തന്നെ അവളുടെ നേർക്ക് വലിച്ചെറിയും. ഉറാറക്കയാണെങ്കിൽ ലൂസ് പെണ്ണാണെങ്കിൽ ക്യാഷ്വലായിട്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയാണ്. അവളാണെങ്കിൽ സിമ്പിളായിട്ട് സംസാരിക്കും, ഇതുപോലെ തന്നെയാണ് ചെറുപ്പത്തിൽ എന്റെ ഫാമിലി എന്നോട് ചെയ്തിട്ടുള്ളത്, അതിൽ നിന്നൊക്കെ അവൻ വളരെ ഈസി ആയിട്ട് ഊരി പോന്നിട്ടുണ്ട്. ഇനി നിന്റെ കഥ അടിക്കാനുള്ള സമയം എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ കത്തി കയ്യിലെടുക്കും. ആ സമയം ഫി ആണെങ്കിൽ അവിടേക്ക് ചാടി വന്ന് ഇപ്പൊ ലൂസ് പെണ്ണിനെ ഇടിച്ച് താഴെയിടുകയാണ്. ഇപ്പൊ ഇവരുടെ ഭാഗത്ത് 2 പേരുണ്ട്. ആ വില്ലത്തി പെണ്ണ് ലൂസ്, അവൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും, ഇനി അവൾക്ക് ജയിക്കാൻ കഴിയില്ല എന്ന്. ആ ബിൽഡിംഗ് ആണെങ്കിൽ വീണ്ടും തകരാൻ തുടങ്ങും. ആ ഗ്യാപ്പിൽ അവളാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ഇവിടെ ഉറാറൊക്കെയാണെങ്കിൽ ഇസുക്കിന്റെ ആ രൂപം അത് അവളുടെ പോക്കറ്റിലെടുത്തിടും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ മെയിൻ വില്ലൻ ഡാബുറയെ കാണിക്കും. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് നേരെ അങ്ങനെ മുറച്ച് നിൽക്കുകയാണ്. ആ സമയത്തായിരിക്കും ട്രൈബ് മാൻ അവിടേക്ക് വരിക. ഫർവണ്ണനാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം ആ ഒരു ട്രൈബ് മാൻ അവന്റെ അണ്ടറിലാണ്. അവൻ ആ ട്രൈബ് മാന്റെ ഹെൽപ്പില് ഡാബുറയായിട്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോവാം എന്നൊരു പ്ലാൻ അവനോടെ ഉണ്ടാക്കും. ഇവിടെ ടോഡ്രോക്കി ആണെങ്കിൽ അവന്റെ ആൾക്കാരോട് പറയും, ആ ട്രൈബ് മാനും കൂടെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഡാബുറയെ കൊല്ലാൻ വളരെയധികം നമ്മൾ പ്രയാസപ്പെടും. ഉടനെ ടോഡ്രോക്കിയും നെജിറയും അവർ 2 പേരും ഇപ്പൊ ഡമോറയെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുകയാണ്. ആൽഫാർവണ്ണനാണെങ്കിൽ ടെൻഷൻ കൂടും, കാരണം ഡമോറ ഇപ്പോൾ ഓൾറെഡി തകർച്ചയുടെ വക്കിലാണ്. ആൽഫാർവൺ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആൾക്കാരുടെ അറ്റാക്ക് അത് അവന്റെ ബോഡിയിൽ വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. എൻഡവറാണെങ്കിൽ ഇപ്പൊ ടോഡ്രോക്കിയോടും അവന്റെ കൂടെയുള്ള സൂപ്പർ ഹീറോയോടും അവിടുന്ന് മാറാനായിട്ട് പറയും. പക്ഷെ അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു ട്രൈബ് മാൻ ആണെങ്കിൽ അവിടേക്ക് വന്ന് അവർ 2 പേരെ അടിച്ച് തെറിപ്പിക്കും. ഇവിടെ ലിഡാ പയ്യനാണെങ്കിൽ നമ്മുടെ കച്ച പയ്യനെ അവന്റെ കയ്യിൽ സേഫായി പിടിച്ചിരിക്കുകയാണ്. കച്ചയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് എന്നെ വിട്. ഇടയാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും, നീ എന്തായി പറയണേ, ഓൾറെഡി നിന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിരിക്കുകയാണ്, ഇപ്പൊ നീ ഫൈറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ ട്രൈബ് മാൻ ആണെങ്കിൽ ഇപ്പൊ ആ വില്ലനെ അങ്ങനെ സേഫ് ആക്കി അവന്റെ കയ്യിലെടുക്കും. എൻഡവറാണെങ്കിൽ ടോഡ്രോക്കി നോക്കും, അവന് കുഴപ്പമൊന്നുമില്ല. എൻഡവറാണെങ്കിൽ ഇപ്പൊ വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ആ സമയം ആ ഡാബി വില്ലനാണെങ്കിൽ പുറത്തേക്ക് വരും. ഹായ്, നിങ്ങളെയൊക്കെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അവൻ താഴേക്ക് വരും. അവനാണെങ്കിൽ അവന്റെ തലയിൽ എന്തോ ഒരു ലിക്വിഡ് ആണെങ്കിൽ അങ്ങനെ ഒഴിക്കും. അടുത്ത നിമിഷം അവന്റെ മുടി അങ്ങനെ വൈറ്റായി തീരും.
അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി ഇപ്പോൾ അവരോട് പറയും, ഞാനാണ് എൻഡവറിൻ്റെ മകൻ, എൻ്റെ പേര് ടോബി എന്നല്ല ടോയ എന്നാണ്. ഇവിടെ ആ മുടിയനാണെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഇതിൻ്റെ സഹായത്താൽ സകല നെറ്റ്വർക്കും ഹാക്ക് ചെയ്ത് ഇപ്പോൾ ടി വിയിലല്ല അവൻ്റെ ഒരു ലൈവായിരിക്കും കാണിക്കുക. ഞാനാണ് ടോയ, എൻഡവറിൻ്റെ മകനാണ് ഞാൻ. അത് കേട്ട് ഇവിടെ എൻഡവറിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ഷോക്കാവും. എൻഡവറിൻ്റെ ഏറ്റവും എൽഡർ സണ്ണ് അത് ഞാനാണ് ടോയ. പണ്ട് മുതലേ ആൽമൈറ്റ് മാസ്റ്ററിനോട് എൻഡവറിന് ഒരു വല്ലാത്ത അസൂയുണ്ട്. നമ്പർ 1 സൂപ്പർ ഹീറോ ആവാനായിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു. അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തിയത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുക എന്നതായിരുന്നു. അവനത് പറയുന്ന അതേ നിമിഷം തന്നെ അവിടെ മുഴുവൻ ബിൽഡിംഗ് ഒക്കെ തകർന്നു വീണ് ഒരുപാട് പേര് മരിച്ചു കിടക്കുകയാണ്. ഞാൻ ഇവിടം വരെ എത്തുന്നതിനിടയിൽ 30ഓളം ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ടുണ്ടെന്ന് ടോയ് പറയും. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അച്ഛൻ എൻഡവറിൻ്റെ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. എന്നെ നമ്പർ 1 ഹീറോ ആക്കാൻ വേണ്ടി, ആൾബൈറ്റിന് മുകളിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം എനിക്ക് വളരെ ക്രൂരമായിട്ടാണ് ചെറുപ്പം മുതൽ ട്രെയിനിങ് തന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോൾ ഹായ് ആയിട്ട് ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങും. അവനിപ്പോൾ വല്ലാതെ റിലാക്സ് ചെയ്ത് അവൻ്റെ മനസ്സിൽ അത്രയും കാലം അടക്കി പിടിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. എനിക്ക് ശേഷം പിന്നീട് ടോഡറൊക്കെ ഒരു പപ്പടായിട്ട് എൻഡവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് അദ്ദേഹം നമ്പർ 1 സൂപ്പർ ഹീറോ ആയി മാറിയത്. ഈ ഒരു ഫൈറ്റിൽ മരിച്ചു പോയിരിക്കുമോ എന്നെനിക്ക് ഭയം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കാലവും ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണം, ചില കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. നീ ഇത്രയും കാലവും ചെയ്ത ക്രൂരതയ്ക്ക് അതിന് നിന്നോട് മറുപടി പറയാൻ. നീ എന്താണോ വിതച്ചത് അതാണോ നീ കൊയ്യാനായിട്ട് പോകുന്നത്. എന്നോടൊപ്പം മരിക്കാൻ നീ തയ്യാറല്ലേ? നമുക്ക് 2 പേർക്കും നരകത്തിൻ്റെ കവാടത്തിലേക്ക് പോവാമെന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. ഇപ്പോൾ കുറച്ചായിട്ട് നീ നന്മമരം ചമയുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നീ ഇത്രയും കാലവും ചെയ്തു കൂട്ടിയതിനുള്ള ഫലം അത് ലഭിക്കാനുള്ള സമയമായി. അത് കേട്ട് എൻഡവർ ഞെട്ടു. ടോഡറോക്കി ആണെങ്കിൽ അവനെ കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുകയാണ്. കാരണം അവൻ ഇത്രയും നാളും മരിച്ചു പോയെന്നാണ് ടോഡറോക്കി കരുതിയിരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അവനും അതുപോലെ തന്നെ ടോഡറോക്കിയും അവർ 2 പേരും കാട്ടിൽ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് 2000 ഡിഗ്രി സെൽഷ്യസിൽ ആ ഒരു കാട്ടിൽ അങ്ങനെ തീ കത്തിപ്പടരാണ്. അതിൽപ്പെട്ട് ടോയ മരിച്ചു പോയെന്നാണ് അദ്ദേഹം കരുതിയത്. അദ്ദേഹത്തിനാണെങ്കിൽ അതിൽ ഒരുപാട് വിഷമമുണ്ട്. എന്നും ടോയയുടെ ഓർമ്മകളുമായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ആ കാര്യം ഒന്നും തന്നെ ടോയയ്ക്ക് അറിയില്ല. ടോയ് ജനിച്ചപ്പോൾ അവൻ്റെ തലമുടി മുഴുവൻ റെഡായിരുന്നു. ഫയർ പവർ എൻഡവറിനെ കഴിഞ്ഞ് നന്നായിട്ട് ഫയർ പവർ ഉപയോഗിക്കാൻ അവന് കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ എൻഡവർ ആണെങ്കിൽ അവനെ നമ്പർ 1 സൂപ്പർ ഹീറോ ആക്കി മാറ്റാനായിട്ട് ആഗ്രഹിച്ചു. ഇതിനുവേണ്ടി അവന് ഒരുപാട് ട്രെയിനിങ് കൊടുത്തു. രണ്ടാമതായിട്ട് ഒരു പെൺകുട്ടി അവർക്കുണ്ടായി. അവൾക്ക് മുഴുവനായിട്ടും ഐസ് പവറാണ്. അത് കണ്ടപ്പോൾ എൻഡവറിനാണെങ്കിൽ അല്പം ദുഃഖമൊക്കെ തോന്നി. എൻഡവർ ആഗ്രഹിച്ചത് ഫയർ പവറും ഐസ് പവറും അത് 2 കമ്പൈനായിട്ടുള്ള ഒരു കുഞ്ഞിനെയാണ്. പക്ഷെ അങ്ങനെ ഒന്നിനെ അദ്ദേഹത്തിന് ലഭിച്ചില്ല. സോ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ മൂത്ത മകനിലാണ് എക്സ്പെക്ടേഷൻ മുഴുവൻ വെച്ചത്. അവനാണെങ്കിൽ മരണപ്പെട്ടു പോയി. ഇത്രയും നാളും മരണപ്പെട്ടു പോയെന്ന് വിശ്വസിച്ച തൻ്റെ മൂത്ത മകനെ കണ്ട് എൻഡവറിന് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. കഥയൊക്കെ കേട്ട് ലീഗ് ഓഫ് വില്ലൻസിലുള്ള മറ്റുള്ളവർ അവരാണെങ്കിൽ ഷോക്കാവുകയാണ്. അവർ അത് കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ ഇപ്പോൾ മയങ്ങിക്കിടക്കുന്ന ഡാബറയെ അവൻ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെ ആ ഒരു എൻഡവറിൻ്റെ എൽഡർ സണ്ണാണെങ്കിൽ ഇപ്പോൾ എൻഡവറിനോട് ചോദിക്കും, നിങ്ങൾക്കിപ്പോഴും എന്നെ സംശയമാണോ? നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന്, ബ്ലഡ് എന്ത് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഓൾറെഡി ആ നോമോസുമായിട്ടുള്ള നിങ്ങളുടെ ഫൈറ്റിൽ എനിക്ക് നിങ്ങളുടെ ബ്ലഡ് സാമ്പിൾസ് കിട്ടിയിരുന്നു. അതുപയോഗിച്ച് ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതാണ്. ആണെങ്കിൽ ആ റിപ്പോർട്ട്സ് ആണെങ്കിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. എനിക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ടോഡറോക്കി ഉണ്ടായത്. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഹാഫ് ഐസ് പവറും ഹാഫ് ഫയർ പവറും. സോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതിൽ സമ്പൂർണ്ണമായി. അതിനുശേഷം അവൻ ഒരുപാട് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അദ്ദേഹം അങ്ങനെ മുൻപോട്ടേക്ക് വന്നു. സത്യത്തിൽ അദ്ദേഹം ചെയ്ത ക്രൂരതകൾ അത് ആർക്കും അറിയില്ല. ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ഇദ്ദേഹത്തിനെ പോലെ തന്നെ തെറ്റുകാരാണ്. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത ആളെ എങ്ങനെ നമ്പർ 1 സൂപ്പർ ഹീറോ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് അവൻ ചോദിക്കും. അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. അതിനുശേഷം നമ്പർ 2 സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഓക്സ് ആണെങ്കിൽ ട്വൈസിനെ കൊല്ലുന്ന ആ ഒരു ചിത്രം അതവൻ ഇപ്പം മീഡിയയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കും. ഇതാണ് മറ്റൊരു കാര്യം. നമ്പർ 2 പവർഫുൾ സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഓക്സ് ചെയ്ത കാര്യമാണിത്. ഒരു സൂപ്പർ ഹീറോസിന് എങ്ങനെ മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ കഴിയുന്നു? ഇവരൊന്നും ഒരു കാരണവശാലും സൂപ്പർ ഹീറോസ് ആയിട്ട് ജീവിക്കാൻ അർഹതയുള്ളവരല്ല. ഓക്സ് ഒരു നല്ലവനായ ആളെ അല്ല. അവൻ്റെ ഫാദർ പോലും ഒരു വലിയ ക്രിമിനലാണ്. സീരിയൽ റോബറീസ്, അതുപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലീഗ് ഓഫ് വില്ലൻസിലുള്ളവർ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത അത് ക്രൈം, നിങ്ങൾ അപ്രകാരം ചെയ്ത അത് ക്രൈം അല്ല. ഇതാണോ ന്യായം? ഇതാണോ സൂപ്പർ ഹീറോസിൻ്റെ ധർമ്മം? സത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം അതെന്താണെന്നൊക്കെ ചോദിച്ച് അവനാണെങ്കിൽ ജനങ്ങളെയും എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ക്രൂസ് ശരിക്കും സെൽഫിഷുകളായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ നേട്ടത്തിന് വേണ്ടി അവരെല്ലാവരും അവരുടെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കും. മാത്രമല്ല ഓക്സിൻ്റെ അച്ഛനെ പിടിച്ചതുപോലും എൻ്റെ അച്ഛൻ ഓക്സ് ആണ്. ഇദ്ദേഹം ജനങ്ങളെ പറ്റിക്കുകയാണ്
സൂപ്പർ ഹീറോസ് എന്ന പേരിൽ ഇവരെല്ലാവരും നിങ്ങളെ വഞ്ചിക്കുകയാണെന്ന് പറയും. അത് കേട്ട് ജനങ്ങൾക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അത്രയും പറഞ്ഞ ടോയ് ആണെങ്കിൽ ഇപ്പോൾ എൻഡവറിന് നേരെ എൻഡവറിനെ അറ്റാക്ക് ചെയ്യാൻ ചാടി വരികയാണ്. അതുകൊണ്ട് എല്ലാവരും എൻഡവറിനെ വിളിക്കുമെങ്കിലും അദ്ദേഹമാണെങ്കിൽ ആ ഒരു ഷോക്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. അവനാണെങ്കിൽ എൻഡവറിനെ തകർക്കാൻ അവൻ്റെ ക്ലോസ് എത്തേണ്ട താമസം അവനൊരാൾ ഹോൾഡ് ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ജീനിസ്റ്റ്. ഐ എം സോറി, ഞാനൊരല്പം ലേറ്റായി പോയെന്ന് പറഞ്ഞ് ആ ഒരു ട്രൈബ് മാനെയും ബാക്കിയുള്ള വില്ലന്മാരെ എല്ലാവരെയും അവൻ ഹോൾഡ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.